ഇത് രാത്രികളിൽ ഇതേ സമയത്ത് വന്ന് താഴ്ത്തിയിട്ട് രാവിലെ വന്ന് ഇത് ഉയർത്തും പോലും എവരിഡേ. കുറേ ആൾക്കാർ വന്നിട്ട് ഇതാ സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. ബ്ലാക്ക് കാറ്റുള്ള മാതിരി ഇതാ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കാണാം അതാ ബാക്കിൽ ഇങ്ങനെ കുറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പാണ് ഇവിടുത്തെ വണ്ടി. അത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് കേട്ടോ ഈ വണ്ടി. ആ ഗേറ്റിൻ്റെ മുന്നിലുള്ള ഈ ഒഴിഞ്ഞ സ്ഥലത്താണ് അന്ന് കുട്ടികൾ വന്നിട്ട് ഇവിടെ ഇവർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചത്. 3500ഓളം ആൾക്കാരെ നമ്മളെ ഈ മിലിറ്ററി ട്രക്ക് കയറ്റിയിട്ട് കൊന്ന് എന്നാണ് ചരിത്രം. ഇവിടേക്ക് വരാൻ വേണ്ടി ഞാൻ നോക്കുമ്പം നമ്മൾ പെർമിഷൻ എടുക്കണം. 2 ദിവസം മുന്നേ നമ്മളെപ്പറ്റി അവർ പഠിച്ചതിന് ശേഷം പെർമിഷൻ തരുള്ളൂ. 1989 നടന്ന സംഭവത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ. ഇവിടെ കുറേ കഥകൾ അറിയാനുണ്ട്, നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട്. ഇത്രയും ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ആചാരം വേറെ എവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അറിയുന്നതും കാണുന്നതും. ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് അവർ കൊണ്ടുപോകുന്നല്ലേ, ആദരിച്ച് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഭംഗിയില്ലേ. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? നല്ല കാറ്റാട്ടോ, കാറ്റിൻ്റെ കളിയാണ്. ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇത് എവിടെയാണെന്നുള്ളത് വല്ല ഐഡിയ ഉണ്ടോ? ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലാത്തവർക്ക് ഞാൻ പറയാൻ. ഇതാണ് ടിയാൻമെൻ സ്ക്വയർ. 1989 വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് ചൈനയിൽ. കുറേ വിദ്യാർത്ഥികൾ ഇവർക്കെതിരെ സമരം ചെയ്തു. ആ സമരം ഇവിടെ ഭയങ്കര ബ്ലോക്കായി. അവസാനം ഇവർ ട്രക്കൊക്കെ കയറ്റി കുറേ കുട്ടികളെ കൊല്ലുകയും അങ്ങനെയൊക്കെ നടന്ന ചരിത്രങ്ങൾ അറിയുന്നവർക്കറിയാം. ആ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇന്നത്തെ ടിയാൻമെൻ സ്ക്വയറിൻ്റെ, അതായത് ഒരുപാട് സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 8 സെക്യൂരിറ്റി ചെക്കിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാ എൻ്റെ ഫാമിലി ആ ഒരു സൈഡിലുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതാ ഇതിൻ്റെ അകത്താണുള്ളത്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ടിയാൻമെൻ സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടുത്തെ വിശദമായിട്ട് ഇന്നത്തെ അവസ്ഥ ഞാൻ കാണിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പോൾ ടിയാൻമെൻ സ്ക്വയറിൽ അന്ന് ഇത് സമരം നടന്ന ഭാഗമാണ് കേട്ടോ ഇത്. അതിൻ്റെ ഒരു അടയാളമായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചതാണിത്. അതിനുശേഷം 1989 ശേഷം 3500ഓളം ആൾക്കാരെ നമ്മളെ ഈ മിലിറ്ററി ട്രക്ക് കയറ്റിയിട്ട് കൊന്ന് എന്നാണ് ചരിത്രം. ഇപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമുക്ക് ഓരോ സ്ഥലത്തേക്കും ഇത് പിന്നെ ഈ കാണുന്നത് ഇങ്ങനത്തെ ഓരോ സ്ഥലവും നമുക്ക് പോയി കാണാൻ. മറ്റേ മാവു സേതു ആണത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കി കഥകൾ കൂടി നമുക്ക് നോക്കാം. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടേക്ക് വരാൻ വേണ്ടി ഞാൻ നോക്കുമ്പം നമ്മൾ പെർമിഷൻ എടുക്കണം. 2 ദിവസം മുന്നേ നമ്മളെപ്പറ്റി അവർ പഠിച്ചതിന് ശേഷം പെർമിഷൻ തരുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളെ പാസ്പോർട്ട് ഒരു 6 സ്ഥലത്ത് വരിയായിട്ട് നമ്മൾ സെക്യൂരിറ്റി കടന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ചൈന മ്യൂസിയമാണ് കേട്ടോ. നാഷണൽ മ്യൂസിയം ഓഫ് ചൈന. ചൈനൻ്റെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മ്യൂസിയംസ് ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും വലിയ മ്യൂസിയം. ഇത് ടിയാൻമെൻ സ്ക്വയറിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ. ഇവിടേക്കുള്ള ജനങ്ങളെ കണ്ടകൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും എപ്പോഴും ഇത് വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് വന്നു. മ്യൂസിയത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അത് കഴിഞ്ഞു ഇപ്പം നമ്മൾ വീണ്ടും പുറത്തേക്ക് വരികയാണ്. ടിയാൻമെൻ സ്ക്വയറിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. ടിയാൻമെൻ സ്ക്വയറിൽ നിന്ന് ഇനിയിപ്പോൾ മാവോ സേതു അവിടെ ഒന്ന് പോകാനുണ്ട്. അതുകൂടി നമുക്കൊന്ന് പോയി നോക്കാം. ഇത്രയും ജനങ്ങളെ കണ്ടങ്ങൾ. ഇവിടുത്തെ ചൈനക്കാരും വിദേശികളും നമ്മളെപ്പോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അതിലൊരു ടൈം തരും. ആ ടൈമിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഒരു 5-8 സെക്യൂരിറ്റി നമ്മൾ കടന്നു പോരാനുണ്ടാവും. പക്ഷെ അതൊക്കെ സിമ്പിളാണ്. കാരണം അവർ നമ്മളെ പാസ്പോർട്ട് നോക്കും, നമ്മളെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ഇവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കൻ്റെ ത്രെട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നതുകൊണ്ട് ഇവർ വളരെ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഒരാൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റണം എന്താവശ്യക്കാരാണ്. അത്രയും സെക്യൂരിറ്റി ഭയങ്കര ഇതാണ്. പക്ഷേ ഒരു വെറുപ്പിക്കലും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ സെക്യൂരിറ്റി വെരി ഹാർഡാണ്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് വന്നു. മ്യൂസിയത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അത് കഴിഞ്ഞു ഇപ്പം നമ്മൾ വീണ്ടും പുറത്തേക്ക് വരികയാണ്. ടിയാൻമെൻ സ്ക്വയറിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. ടിയാൻമെൻ സ്ക്വയറിൽ നിന്ന് ഇനിയിപ്പോൾ മാവോ സേതു അവിടെ ഒന്ന് പോകാനുണ്ട്. അതുകൂടി നമുക്കൊന്ന് പോയി നോക്കാം. ഇത്രയും ജനങ്ങളെ കണ്ടങ്ങൾ.
ഇവിടുത്തെ ചൈനക്കാരും വിദേശികളും നമ്മളെപ്പോലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, അതിലൊരു ടൈം തരും. ആ ടൈമിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഒരു 5-8 സെക്യൂരിറ്റി നമ്മൾ കടന്നു പോരാണ്ടാവും. പക്ഷെ അതൊക്കെ സിമ്പിളാണ്. കാരണം അവർ നമ്മളെ പാസ്പോർട്ട് നോക്കും, നമ്മളെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. ഇവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമേരിക്കൻ്റെ ത്രെട്ടുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് വരുന്നതുകൊണ്ട് ഇവർ വളരെ സെക്യൂരിറ്റി ഭയങ്കര സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. ഒരാൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റണം എന്താവശ്യക്കാരാണ്. അത്രയും സെക്യൂരിറ്റി ഭയങ്കര ഇതാണ്. പക്ഷേ ഒരു വെറുപ്പിക്കലും ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാവോ സേതുവിൻ്റെ മെമ്മോറിയലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇവരെ ചൈനൻ്റെ പഴയ വിപ്ലവത്തിൻ്റെ ഹിസ്റ്ററികളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്. ആ സൈഡിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് ഉള്ളിലേക്കൊന്നും കടക്കാൻ അനുവദനീയമല്ല. ഇവിടെ നിന്ന് കാണുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ സാഹചര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് ടിയാൻമെൻ സ്ക്വയർ ആട്ടോ. അതിൻ്റെ സ്തൂപാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1989 നടന്ന സംഭവത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ ഒരു സ്തൂപമാക്കി ടിയാൻമെൻ സ്ക്വയറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ഒരു ഗോൾഡൻ ലെറ്ററിൽ എഴുതി വെച്ചതാണ് ഇട്ടത്. അപ്പം നമ്മൾ ടിയാൻമെൻ സ്ക്വയറിൻ്റെ അടുത്ത് നമ്മൾ ഈ വരുന്ന ഭാഗമാണ് ഇനി ടിയാൻമെൻ കേട്ടോ. ടിയാൻമെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോർബിഡൻ സിറ്റി, അതായത് പഴയ രാജാവിൻ്റെ കൊട്ടാരം എല്ലാം കൂടി നിലനിന്ന സിറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ സിറ്റീൻ്റെ ഒരു ഭാഗത്തെ ഗേറ്റാണ് ടിയാൻമെൻ എന്ന് പറയുന്നത്. ആ ഗേറ്റിൻ്റെ മുന്നിലുള്ള ഈ ഒഴിഞ്ഞ സ്ഥലത്താണ് അന്ന് കുട്ടികൾ വന്നിട്ട് ഇവിടെ ഇവർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചത്. അവിടെയാണ് ആ ഒരു എന്താ പറയുക ഇൻസിഡൻ്റ് ഉണ്ടാവുകയും അതിനുശേഷം ചൈന ഒന്നുകൂടി സ്ട്രിക്റ്റാക്കി കാര്യങ്ങൾ, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് രാജ്യം ഉയരങ്ങളിലേക്ക് പോയതും ആ കാലഘട്ടങ്ങളിലാണ് കേട്ടോ. അപ്പം ഇത് അതിൻ്റെ മറ്റൊരു ഗേറ്റാണ്. നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ വരെ രാഷ്ട്രപിതാവായ മാവോ സേതുവിൻ്റെ ഫോട്ടോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മുന്നിൽ ഉള്ള സ്ഥലത്താണ് അന്ന് വന്ന് നിന്നത്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ വേണ്ടി, ചരിത്രങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഈ ഭാഗങ്ങളിൽ വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ വന്ന് പലതും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചൈനക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തോ കാഴ്ചകൾ കാണാനാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം അടുത്തത് എന്തെങ്കിലും ഇവിടെ കാഴ്ചകൾ വരാനുണ്ടോ എന്നുള്ള ഒരു അതിശയം എനിക്ക് തോന്നുന്നുണ്ട്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് കേട്ടത്. അവരെ പഴയ കാലഘട്ടത്തിലെ കൊട്ടാരങ്ങളും കാര്യങ്ങളും അതിൻ്റെ സിറ്റിയും പിന്നെ അതേപോലെ എല്ലാ കാര്യങ്ങളും ഭരണകൂടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അതിനുശേഷം കമ്മ്യൂണിസം വന്നതിന് ശേഷം അത് കമ്മ്യൂണിസത്തിൻ്റെ കയ്യിലായി. ഇപ്പം അത് ഇവരെ വിപ്ലവത്തിന് ശേഷം ഇത് ഒന്നുകൂടി സെക്യൂരിറ്റിയൊക്കെ ആയി. വളരെ ഇത് മ്യൂസിയമാണ് നമ്മൾ കണ്ടത്. ഇത് എക്സിബിഷൻ സെൻ്ററാണ്. ഇതിനോട് ചേർന്നിട്ടാണ് നമ്മളെ മാവോൻ്റെ സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മളെ ഈ പറഞ്ഞ സ്തൂപവും ഒക്കെ നിലനിൽക്കുന്നത് കേട്ടോ. ഈ ആൾക്കാരൊക്കെ കണ്ടങ്ങൾ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഇവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ ഒരു പ്രത്യേകത നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരെന്തോ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് പോലെ തോന്നുന്നു. ഇതേപോലെ കണ്ടില്ലേ, ഒരു ബ്ലോക്ക് ഇട്ട സ്ഥലത്ത് ആൾക്കാർ വന്ന് ഇങ്ങനെ ഇരിക്കുക, എന്തോ ഒന്ന് കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ച് എന്താണ് അത് എന്നുള്ളതൊന്ന് അറിയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഫോട്ടോഗ്രാഫർമാരും ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ ഈ കൊടിയില്ലേ, ചൈനീസ് ഫ്ലാഗ്, ഇത് സൺറൈസിനും ഇത് താഴ്ത്തുകയും പൊന്തിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് കറക്റ്റ് ആ സമയം കാണാനും ആ സമയം വീഡിയോ എടുക്കാനുമാണ് ഇവിടെ ആൾക്കാർ വരുന്നത് കേട്ടോ. ആൾക്കാർ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്, അത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതായാലും ഇനി 1.5 മണിക്കൂറുള്ളതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്നില്ല. മെയിനായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഈ ഭാഗങ്ങളിലുള്ള കാര്യങ്ങൾ ശരിക്കും ഫോട്ടോസ് എടുക്കുക, ചരിത്രങ്ങൾ ഓർക്കുക എന്നുള്ളതല്ലാതെ വേറെ വലിയ പ്രത്യേകതകളൊന്നുമില്ല. എന്നാൽ കാണാൻ നല്ല എന്താ പറയുക, ഒരു ആഢ്യത്വം ഫീൽ ചെയ്യുന്ന ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം. പിന്നെ ഇപ്പം നമ്മൾ ഇവിടുത്തെ ബസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സിറ്റി ബസ് ഒരു പ്രത്യേക ബസ് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ അത് ആ ബാക്കിൽ ഇങ്ങനെ കുറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ടൈപ്പാണ് ഇവിടുത്തെ വണ്ടി. അത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ് കേട്ടോ ഈ വണ്ടി. ഇതുപോലത്തെ ഈ വണ്ടിയാണ് ഇവിടുത്തെ സിറ്റി വണ്ടി. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ടിയാൻമെൻ സ്ക്വയറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ടിയാൻമെനിലേക്കാണ് പോകുന്നത് കേട്ടോ. ഒരു അണ്ടർപാസിലൂടെ ടിയാൻമെനിലേക്ക് ഈ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ കുറേ ചരിത്രങ്ങളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ടിയാൻമെനിലേക്ക് പോകാൻ നമ്മൾ ഈ അണ്ടർപാസ് കൂടി
നേരെ അപ്പുറം കടന്നിട്ട് നമുക്ക് പോകാം. ഈ അണ്ടർപാസ് തന്നെ ഒരു വേറെ വെറൈറ്റി കേട്ടോ. അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേസ് മ്യൂസിയം, നമ്മൾ ഈ കണ്ട മ്യൂസിയം, ഈ മ്യൂസിയത്തിലേക്ക് വരാനുള്ളതാണ് ടിയാൻമെൻ ടവർ. ഓക്കെ, മറ്റേത് നമ്മൾ നേരത്തെ കണ്ട സ്ക്വയറാണ്. ഇത് ടിയാൻമെൻ ടവർ, ഇവിടേക്ക് മ്യൂസിയം കേട്ടോ. പോകുന്ന വഴിയുണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയിൽ നല്ലൊരു അടക്കമുള്ളൊരു സ്ഥലമല്ലേ. നേരെ റോഡ് ക്രോസ് ചെയ്യുന്നു. നേരെ നമ്മൾ സബ്വേൻ്റെ വലുപ്പം കണ്ടെങ്കിൽ പല ഭാഗത്ത് സൈക്കിള് സ്കൂട്ടർ അങ്ങനത്തെ ഒക്കെ വരാനുള്ളതാണെന്ന് സംശയമുണ്ട്. ഇവിടെ സ്റ്റെപ്പ് വിശദമായിട്ടുണ്ട്. ഇതിൽ നിന്ന് നേരെ അക്കരെ കിടക്കുന്നതാണ്, അപ്പുറം കിടക്കുന്നതാണ് നമ്മൾ ടിയാൻമെൻ കേട്ടോ. അങ്ങനെ നമ്മൾ ആ സൈഡിൽ നിന്ന് തിരിച്ച് ഇവിടെ എത്തി. ഇപ്പം നമ്മൾ ടിയാൻമെനിലാണ്. ഇവിടെ കുറേ കഥകൾ അറിയാനുണ്ട്, നമുക്ക് കാഴ്ചകൾ കാണാനുണ്ട്. ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടില്ലേ, കണ്ടില്ല നിങ്ങൾ? അത്രയും ടൂറിസ്റ്റുകളും ഇവിടുത്തെ സ്വദേശികളൊക്കെ വന്ന് കൂടുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ ടിയാൻമെനാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കേട്ടോ. ഇതിൻ്റെ മുന്നിലാണ് നമ്മളെ ഫ്ലാഗ്, ഒരു പ്രധാന സ്ഥലമായിട്ട് കാണാൻ കഴിയുന്നത് ഇവിടെയാണ് കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു, കണ്ടില്ലേ? ഇവർ ആ സാധനം കൊണ്ടുവന്നിട്ട് ട്രോളി കൊണ്ടുവന്ന് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവർ. അപ്പോൾ ഇവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ള ആൾക്കാർ ഉള്ളിലേക്ക് വേഗം കടന്ന് എത്തണം. നമ്മൾ കടന്നു. ഇവരെ ഈ കൊടിതാത്തലിൻ്റെ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. സെക്യൂരിറ്റി അതിലേ പോകുന്നുണ്ട്, ജഗപുകണ്ട്. അവിടെ ആകെ ജഗപുകായിട്ടിട്ട് വണ്ടികളൊക്കെ വന്ന്, സാറ്റലൈറ്റ് വണ്ടികൾ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സെക്കൻഡും ഉണ്ട്, എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. ബ്ലാക്ക് കാറ്റുകളെ മാതിരി ഇതാ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കാറ്റുകളാന്ന് തോന്നുന്നു, പെട്ടെന്ന് വന്ന് ജഗപോകാക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ തയ്യാറായി നിൽക്കുക കേട്ടോ, ഫോട്ടോ എടുക്കാൻ, കാണാൻ. അപ്പം മനസ്സിലായില്ലെങ്കിൽ ഒരു സംഭവ സംഗതിയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഉണ്ടാകുമ്പോൾ നേരിട്ടിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. എല്ലാവരും റെഡി ആയിരുന്നോളൂ, എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ എല്ലാ ആൾക്കാരെയും മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ചാനൽമാരിൽ തന്നെയാണ് കാര്യങ്ങൾ. നമ്മളിവിടെ കാണാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകളിലേക്ക് കേട്ടോ എല്ലാവരും ഓടിപ്പാഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാഴ്ചകൾ കാണാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഒരു പ്രത്യേക സംഭവമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ന്യൂസ് ചാനൽമാരിൽ തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കട്ടോ. ഇവിടെ വേറെ ന്യൂസ് ചാനൽസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ എൻ്റെ ഈ ആൾക്കൂട്ടത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പായിപ്പിക്കുന്ന തിരക്കിൽ എൻ്റെ ഫാമിലി തന്നെ അങ്ങോട്ടേക്കായിപ്പോയി. ഇവിടെ വരെ എത്തിപ്പോയിട്ടോ നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ മാർച്ച് പാസ്റ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നടക്കലും ഓടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തൊപ്പിയുള്ള ആൾക്കാർ, തൊപ്പിയില്ലാത്ത ആൾക്കാർ, ബ്ലാക്ക് കാറ്റ്സ്, എന്തൊക്കെയോ സംഭവങ്ങളാണ്. ഒരുത്തൻ അവിടെ നിന്ന് പെട്ടെന്ന് ബൈക്കിൽ നിർത്തിപ്പോയി. ഇവർക്കൊന്നും തലക്ക് സുഖമുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തോ ഇവർ ലൈനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്ലാക്ക് കാറ്റ്സ് പോയാൽ അവർ ലൈനായിട്ട് നിൽക്കുന്ന, അവിടേക്കും ലൈനായിട്ട് നിൽക്കുക കേട്ടോ. ഫുള്ള് കണ്ടങ്ങൾ, ഫുള്ള് ആൾക്കാർ കാണുകയാണ്, ലൈനായിട്ട് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ കാണാനുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ ഉള്ളത്. അവിടെയാണ് ഫ്ലാഗിൻ്റെ ഉള്ളത് കേട്ടോ. ഫ്ലാഗിൻ്റെ അവിടെയും മാർച്ച് ഫസ്റ്റ് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു അതിശയപരമായ കാഴ്ചയിലാണ് നമ്മളുള്ളത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ പ്രധാനം. പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുക മാറ്റങ്ങൾ. ഈ ഭാഗങ്ങളിൽ ഇതേപോലെ തന്നെ സെക്യൂരിറ്റി വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ വന്നിട്ട് സെക്യൂരിറ്റി ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് സംഭവിക്കുന്ന സംഗതികളാട്ടോ അത്. അവിടെ സെക്യൂരിറ്റി നിൽക്കുകയാണ്. ഇവിടെ സംഭവിക്കുന്ന നമ്മളെ ബ്ലാക്ക് കാറ്റുകളെ പോലത്തെ ആൾക്കാരാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെയൊക്കെ സാധാ പോലീസുകാർ തന്നെ കേട്ടോ. അവർക്കൊന്നും വലിയ കാണുന്നില്ല. ഇനി കാണാനുള്ളത് ഓപ്പോസിറ്റ് സൈഡാട്ടോ. ഓപ്പോസിറ്റ് സൈഡ് ആ ഫ്ലാഗിൻ്റെ അവിടെയാണ് എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യും. സംഭവം എന്തായാലും സൂര്യാസ്തമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടോ. സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് ഡെയിലി ഇവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിലൊരു ഐഡിയ കിട്ടിയിട്ടില്ല. നമ്മൾ നേരിട്ട് കാണുന്ന സംഗതി വിശ്വസിക്കുക എന്നല്ലാതെ
മറ്റൊന്നും എനിക്ക് ഇതിലെ കാര്യങ്ങളിൽ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതൊക്കെ പെട്ടെന്നാണ് ഇതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. സെക്യൂരിറ്റി വരുന്നു, ലോക്ക് ചെയ്യുന്നു. ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരാൾ, പ്രധാനപ്പെട്ട ആൾ വന്നിട്ട് അവിടെ വന്ന് കൊടി താത്തലോ അങ്ങനെ എന്തെങ്കിലും സംഗതി ആവാനാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സാധ്യത. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലോക്കൽ ബസ് കേട്ടോ. ഒരു പ്രത്യേക ഡിസൈൻ, പ്രത്യേക ഭംഗി, ചൈന മേഡ് ഇൻ. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം സ്റ്റാർട്ടായിട്ടോ. നോക്കിക്കോളി എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഇവിടെ അവർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിന്ന് അതാ ഒരു വാളും പരികയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഈ ഫുൾ സെക്യൂരിറ്റിയും സിസ്റ്റങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക ഒരു ആക്ഷൻ ആട്ടോ. ഇത് എവറി ഡേ, എല്ലാ ദിവസവും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സെക്യൂരിറ്റി നിൽക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ല നിങ്ങൾ? സെക്യൂരിറ്റി നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ, വീഡിയോ എടുക്കുന്നതും അതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആ കാഴ്ചയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇത്രയും ദൂരം നിന്നിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. റോഡ് ഫുള്ള് ബ്ലോക്കായി. അപ്പം ഓരോരോ സിസ്റ്റങ്ങളാണിത്. റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളെ നേരത്തെ തിരക്കുള്ള റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തിട്ടോ. കണ്ടില്ലേ പോകുന്ന സിസ്റ്റം. ഇതൊരു സിസ്റ്റമാണ് ഇവിടെ എവറി ഡേ നടക്കുന്നത്. ഇതൊക്കെയാണ്. ഇത് ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാ ഫ്ലാഗിൻ്റെ അവിടേക്ക് എത്തിയിട്ടോ. ഫ്ലാഗിൻ്റെ അവിടേക്ക് എത്തി. ഇനി എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ സൂം ചെയ്തിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. മിലിറ്ററീൻ്റെ കുറേ ഇതുണ്ട് കേട്ടോ അവിടെ. ഒരു റൗണ്ട് അടിച്ച് ഒരു കണ്ടോ മിലിറ്ററി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കൊടി താത്തുന്നത് കണ്ടോ? നിങ്ങൾ താവുന്നത് കണ്ടോ? മേലുണ്ടായിരുന്ന കൊടി താഴോട്ട് താത്തുകയാണ് വരെ. ഇത് വലിയൊരു ഒരു ആചാരം പോലെ വലിയൊരു സംഭവമാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഇത് രാത്രികളിൽ ഇതേ സമയത്ത് വന്ന് താഴ്ത്തിയിട്ട് രാവിലെ വന്ന് ഇത് ഉയർത്തും പോലും എവറി ഡേ. സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കോ അറിയുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ വിഷയം അറിയുന്നത് കേട്ടോ. ഇത് കാണാനുള്ള ആൾക്കാർ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നിങ്ങൾ കണ്ടോ? എല്ലാ ഭാഗങ്ങളിലും ഇത് കാണാനുള്ള ആൾക്കാരെ ചുറ്റുപെട്ടു കേട്ടോ. തിരക്കാണ്. ഇത് കണ്ടിട്ടാണ് ഞാനിവിടെ നിന്നത്. എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട്. അതവിടെ മിലിറ്ററി ഒന്നിച്ചിട്ട് പോയിട്ട് ഇത്രയും ആൾക്കാർ മറ്റേ നമ്മുടെ മാർച്ച് ഫസ്റ്റായിട്ട് പോയിട്ട് അവിടെ പോയി ഒരു റൗണ്ട് അടിച്ച് ഒരൊച്ചയും വിളിയൊക്കെ ആയി. അങ്ങനെ ആ കൊടിയും കൊണ്ട് താത്തി അവിടെ കെട്ടിയിടുകയാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു പോരില്ലായിരിക്കും. അതോടുകൂടിയിട്ട് ഇവിടെ സിസ്റ്റം കഴിഞ്ഞു. എല്ലാം റോഡും കാര്യമൊക്കെ ഓപ്പൺ ആവുന്ന സിസ്റ്റം ആയിരിക്കും. ഒരു പ്രത്യേക തരം ആചാരമല്ലേ. കൊടി അവിടെ വെക്കുന്നില്ല കേട്ടോ. കൊടി അഴിച്ചു കൊണ്ടുപോയോ കയ്യിൽ കണ്ടവർ. കൊടിയായിട്ടാണ് അവർ പോകുന്നത്. കേട്ടോ. തിരിച്ചിട്ട് ആ കൊടി കൊണ്ടുപോയി വെച്ച് ഇനി രാവിലെ ഇതേപോലെ ഒരു സൂര്യോദയത്തിൻ്റെ സമയത്ത് ഇങ്ങനെ തന്നെ വന്നിട്ട് തിരിച്ച് കൊടി കെട്ടും കേട്ടോ. അപ്പോൾ ആ കൊടിയായിട്ട് അവർ നേരെ ടിയാൻമെനിലേക്ക് പോകും കേട്ടോ. കണ്ടില്ലേ? ടിയാൻമെനിലേക്ക് പോവും. ഇത്രയും ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ആചാരം വേറെ എവിടെയും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അറിയുന്നതും കാണുന്നതും. ഇതോടുകൂടി ആൾക്കാരൊക്കെ കഴിയട്ടെ. അപ്പം നിങ്ങൾക്ക് ഒരാൾക്കാരെ തിരക്ക് കാണാൻ കഴിയും. ഇപ്പം ഒരു സെക്യൂരിറ്റി അങ്ങോട്ടും കൂടി തിരിയുന്നോട് കൂടിയിട്ട് നമുക്ക് ആൾക്കാർ എല്ലാം കഴിഞ്ഞ് ആൾക്കാരോട് ഇറങ്ങി ഓടിക്കോളാൻ പറയുന്നുണ്ട്. ഈ തിരക്ക് കഴിഞ്ഞിട്ടുള്ള ആചാരം കഴിഞ്ഞിട്ടുള്ള തിരക്ക് കാണിക്കട്ടെ ഞങ്ങളെ. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആക്കുന്നതോട് കൂടിയിട്ട് ഒരു 10,000 ആൾക്കാർ. നിങ്ങൾ അപ്പുറം കണ്ടോ? അപ്പുറത്തെ സൈഡ് കണ്ടങ്ങൾ 10,000 ആൾക്കാരാണ് ഇത് വീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ വാഹനങ്ങളൊക്കെ ഓപ്പണാക്കി സെറ്റായി വീണ്ടും പഴയ നിലയിലേക്ക്. ഓക്കെ, ടിയാൻമെനിൽ ഈ ആചാരം കഴിഞ്ഞ് എല്ലാം വീണ്ടും പഴയ ലെവലിലേക്ക് ജനങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യമായിട്ട് നടക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത്. ഇതൊരു വല്ലാത്ത ആചാരം തന്നെ കേട്ടോ. ഒരു ഹരള ആചാരം എവറി ഡേ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത. എപ്പോഴെങ്കിലാണ് സാറില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ സെക്യൂരിറ്റിയൊക്കെ നമ്മളെ ബ്ലാക്ക് കാറ്റ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പ്രസിഡന്റ് അട്ടം വരുമെന്നാണ്. സംഭവമൊന്നുമില്ല. ഇവിടുത്തെ ഒരു ആചാരം ഇങ്ങനെ നടന്നു പോകുന്നു. ഒരു മിലിറ്ററി ആക്ടിവിറ്റീസ്, പ്രധാനപ്പെട്ട വ്യക്തികളാരും വരുന്നോ പോകുന്നോ ഒന്നുമില്ല. ഇപ്പം ഇവിടെ വെച്ച ആ തടസ്സം ഉണ്ടല്ലോ, ബ്ലാക്ക് കാറ്റ്സിൽ എടുത്തുണ്ടോയെന്ന് നോക്കിക്കോളി കേട്ടോ. പൂട്ടിയിട്ട്
ആ സാധനം എടുത്ത് ട്രോളിയാക്കി കൊണ്ടുപോയി. ജനങ്ങളെ ബ്ലോക്ക് ചെയ്ത് ആ സാധനം എടുത്ത് ട്രോളിയാക്കി എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി ആൾക്കാർക്കൊക്കെ എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. വീണ്ടും ഇനി ആ മിലിറ്ററീൻ്റെ ആൾക്കാർ കൂടി പോകുന്നതോട് കൂടിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകട്ടോ. വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങി, റോഡിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങി. അവിടെ ആ ഭാഗമൊക്കെ ക്ലിയർ ആയിട്ടോ. ആ ഭാഗം ജനങ്ങൾക്കൊക്കെ ഫുള്ള് തുറന്നു കൊടുത്തു. ഇനി ഇതാ ഈ ഭാഗത ഇപ്പം ഈ 5 ആൾക്കാർ തീരുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ തുടങ്ങിയാൽ നമുക്ക് പോകാൻ കഴിയും. ജനങ്ങളെ കണ്ടകള് എല്ലാം കഴിഞ്ഞ് ബ്ലോഗിൻ്റെ ആൾക്കാർ, ടിക്ടോക്കിൻ്റെ ആൾക്കാർ, പിന്നെ ന്യൂസ് ചാനലിൻ്റെ ആൾക്കാർ, അങ്ങനെ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര ഉഷാറായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ് കേട്ടത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ടിയാൻമെൻ്റെയും നമ്മളെ മാവോ സേതുവിൻ്റെയും നമ്മളെ പാർലമെൻറ്റ്, മ്യൂസിയം, ടിയാൻമെൻ സ്ക്വയർ, ടിയാൻമെൻ ടവർ, ഇത് എക്സിബിഷൻ സെൻറ്റർ, വലിയ റോഡ് സൗകര്യങ്ങൾ, ഇസ, ഇവരെല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ടിയാൻമെൻ സ്ക്വയർ പരിപാടി? ഇതൊരു പ്രത്യേക തരം ആചാരമല്ലേ? ഇവരെ ആചാരം മണിക്കൂറുകളോളമുള്ള ഈ ആചാരം, ഇവർ എല്ലാ ദിവസവും ഉള്ള ഈ ആചാരത്തിനെ പറ്റി എന്താ അഭിപ്രായം അല്ലേ? ഒരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് അവർ കൊണ്ടുപോകുന്ന അല്ലേ, ആദരിച്ച് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഭംഗിയില്ലേ? പക്ഷെ വലിയ സംഭവം കേട്ടോ. സംഭവം ഒരു എന്താ പറയുക, നമ്മൾ പറയുന്നില്ല, ഒരു പ്രത്യേക തരം ആചാരം, പ്രത്യേക തരം ആചാരമുള്ള ആൾക്കാർ. അപ്പോൾ നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളത്തെ എപ്പിസോഡ് നമ്മളിത് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഷാങ്ഹായിലേക്ക് പോവുകയാണ്. ഷാങ്ഹായ് നിങ്ങൾക്ക് അറിയാലോ, ലോകത്തിലെ നമ്പർ 1 സിറ്റി, ചൈനൻ്റെ നമ്പർ 1 സിറ്റി, ബിസിനസ് ഹബ്ബ്, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയ ഒരു സിറ്റി കൂടിയാണ് ഷാങ്ഹായ്. അപ്പോൾ നമ്മൾ ഷാങ്ഹായിൻ്റെ കാഴ്ചകളാണ് നാളെ കാണാനുള്ളത്. കൂടെ തന്നെ ഉണ്ടാവുക, ഞാനിങ്ങനെ അടിച്ച് പൊളിച്ച് കാണിച്ചു തരും. നിങ്ങൾ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോഴേ ഞാൻ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ നമ്മളെ ഈ ടിയാൻമെൻ സ്ക്വയർ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ബായ്.